നമസ്കാരം. ജെഎം ടോക്സിലേക്ക് സ്വാഗതം. അങ്ങനെ KSRTC ബസ്സിലെ സ്ത്രീകളുടെ സൗജന്യ യാത്രയുടെ മാമാങ്കം കഴിഞ്ഞു. ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നത് 19 തീയതിയിലെ സംസ്ഥാന ബജറ്റിലേക്കാണ്. ധനമന്ത്രി വി.ഡി. സതീശൻ അവതരിപ്പിക്കുന്ന ആദ്യത്തെ ബജറ്റ്. മുഖ്യമന്ത്രി കൂടിയായ ധനമന്ത്രി അവതരിപ്പിക്കുന്ന ബജറ്റ് എന്ന പ്രത്യേകതയുമുണ്ട്. മുഖ്യമന്ത്രി തന്നെ ധനമന്ത്രിയായി ബജറ്റ് അവതരിപ്പിക്കുന്ന മൂന്നാമത്തെ സംഭവമാണ് കേരള ചരിത്രത്തിൽ. ആദ്യം ആർ ശങ്കറാണ് അങ്ങനെ ബജറ്റ് അവതരിപ്പിച്ച മുഖ്യമന്ത്രി. പിന്നീട് KM മാണിയുടെ രാജിയെ തുടർന്ന് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കെ ബജറ്റ് അവതരിപ്പിച്ചു. മൂന്നാമത് ആദ്യത്തെ ധനമന്ത്രി കം മുഖ്യമന്ത്രിയായ വി.ഡി. സതീശനും ബജറ്റ് അവതരിപ്പിക്കുന്നു. ഈ ബജറ്റിൻ്റെ പ്രത്യേകത ഇത് കഴിഞ്ഞ LDF സർക്കാരിൻ്റെ ബജറ്റിൻ്റെ പുതുക്കലാണ്. കാരണം ഓൾറെഡി കഴിഞ്ഞ സർക്കാർ ഒരു ബജറ്റ് അവതരിപ്പിച്ചു. അതുകൊണ്ട് ഒരു പുതുക്കിയ ബജറ്റ് എന്നാണ് ഇത് പറയുന്നത്. എങ്കിൽ പോലും ഇത് പുതിയ സർക്കാരിൻ്റെ നയപ്രഖ്യാപനം കൂടിയാണ്. നയപ്രഖ്യാപനം ഗവർണറുടെ പ്രസംഗമായിട്ട് നേരത്തെ വന്നുവെങ്കിൽ പോലും അതിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ ബജറ്റാണ്. അപ്പോൾ തീർച്ചയായും വി.ഡി. സതീശൻ സർക്കാരിൻ്റെ നയം എന്താണ് എന്നതിനെ കുറിച്ചുള്ള ദിശാസൂചിക നൽകുന്ന ബജറ്റാണ് 19 തീയതി അവതരിപ്പിക്കുക. സതീശൻ്റെ ബജറ്റ് ആ മാന്ത്രിക ചെപ്പിനുള്ളിൽ എന്തൊക്കെയായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് ഒട്ടേറെ പ്രതീക്ഷകളും ഒട്ടേറെ സ്വപ്നങ്ങളുമൊക്കെ ഉണ്ട്. പക്ഷേ സതീശൻ ആ ബജറ്റ് പടുത്തുയർത്തുന്നത് ഒരു ധവളപത്രത്തിൻ്റെ മേലാണ്. KM ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിൽ ഒരു സാമ്പത്തിക വിദഗ്ധ സമിതി തയ്യാറാക്കിയ ധവളപത്രം കഴിഞ്ഞ ആഴ്ച നിയമസഭയിൽ അവതരിപ്പിച്ചിരുന്നു. കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയുടെ വ്യക്തമായ ചിത്രമായിരുന്നു അത്. 5 ലക്ഷം കോടി രൂപയുടെ കടം, ഈ വർഷം മാത്രം 21 കോടി രൂപയുടെ അധിക ബാധ്യത തുടങ്ങി ഒട്ടേറെ ഭാരങ്ങൾ നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ മേലാണ് ബജറ്റ് ഉണ്ടാക്കേണ്ടത്. ഒരു വശത്ത് ഈ പുതിയ UDF സർക്കാർ പ്രഖ്യാപിച്ച ഇന്ദിരാ ഗ്യാരണ്ടി പദ്ധതി ഉൾപ്പെടെയുള്ള പദ്ധതികൾ നടപ്പാക്കേണ്ട ഉത്തരവാദിത്വം. അതിന് ഭാഗമായിട്ടാണ് ആശാവർക്കർമാർക്കുള്ള ശമ്പള വർധന പ്രഖ്യാപിച്ചു. ഇപ്പോൾ KSRTCയിലെ സൗജന്യ യാത്രാ പദ്ധതിയും പ്രഖ്യാപിച്ചു. ഇനിയുമുണ്ട് 2-3 പദ്ധതികൾ കൂടി പ്രഖ്യാപിക്കാൻ. ധവളപത്രത്തിൽ ചൂണ്ടിക്കാട്ടിയ മറ്റൊരു കാര്യം, കേരളത്തിൻ്റെ മൊത്തം വരുമാനം ഏകദേശം 1.25 ലക്ഷം കോടി രൂപ മാത്രമാണ്. അതിൻ്റെ 77% 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ചെലവഴിക്കുന്നത്. 1 ശമ്പളം, 2 പെൻഷൻ, 3 പലിശ, വാങ്ങിക്കൂട്ടിയ കടത്തിൻ്റെ പലിശ. ഇത് 3 ചെലവഴിച്ചു കഴിഞ്ഞാൽ ഒരു വർഷം കിട്ടുന്ന മൊത്തം സംസ്ഥാനത്തിൻ്റെ വരുമാനത്തിൽ 23% മാത്രമാണ് ഒരു സർക്കാരിൻ്റെ പുതിയ പദ്ധതികൾ പ്രഖ്യാപിക്കാനും പുതിയ ആനുകൂല്യങ്ങൾ നൽകാനും ഒക്കെ ആയിട്ട് അവശേഷിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? സർക്കാരിന് പുതിയ ധനസ്രോതസ് കണ്ടെത്തണം. നിലവിലുള്ള നികുതികളൊന്നും വർദ്ധിപ്പിക്കാൻ നിവൃത്തിയില്ല. പക്ഷേ അധിക വരുമാനം കണ്ടെത്തിയേ നിവൃത്തിയുള്ളൂ. ഇതാണ് ഇപ്പോൾ സതീശനെ വിഷമിപ്പിക്കുന്ന പ്രധാന പ്രശ്നം. പണത്തിന് പണം തന്നെ വേണമെന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. സതീശൻ വളരെ ലളിതമായിട്ട് ഒരു കാര്യം നേരത്തെ ചൂണ്ടിക്കാട്ടി. 5 കോടി രൂപയുടെ മിച്ചം വെച്ചിട്ടാണ് കഴിഞ്ഞ സർക്കാർ പോയത് എന്ന് കഴിഞ്ഞ LDF സർക്കാർ അവകാശപ്പെട്ടപ്പോൾ ആ മിച്ചത്തിൻ്റെ രഹസ്യം അദ്ദേഹം ഒരു കഥയിലൂടെ അവതരിപ്പിച്ചു. ഒരു ഗ്രഹനാഥൻ മാസത്തിൻ്റെ അവസാനം തനിക്ക് കൊടുക്കാനുള്ള പാലുകാരൻ്റെയും പത്രക്കാരൻ്റെയും ഒക്കെ കാശ് കൊടുക്കാതെ അവരെയൊക്കെ പുറത്തു നിർത്തിക്കൊണ്ട് ഭാര്യയെ പോക്കറ്റിൽ 2000 കോടി രൂപ ബാക്കിയുണ്ടെന്ന് തട്ടിക്കാണിക്കുന്നത് പോലെയുള്ള ഒരു കാപട്യമാണ് ഈ സ്ഥാനമൊഴിഞ്ഞ സർക്കാർ ബജറ്റിൽ അല്ലെങ്കിൽ ഖജനാവിൽ മിച്ചമുണ്ടെന്ന് കാണിച്ചതെന്ന് വളരെ മനോഹരമായിട്ട് അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് ഈ വി.ഡി. സതീശൻ്റെ ബജറ്റ് എങ്ങനെയായിരിക്കും അതിൻ്റെ ഭാഷ എന്നുള്ളതിനെക്കുറിച്ച് പലരും വളരെ കൗതുകപൂർവ്വം നോക്കുന്നുണ്ട്. അത് തോമസ് ഐസക്കിനെ പോലെ സാമ്പത്തിക പദാവലികളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു ദുർഗ്രഹമായ ബജറ്റായിരിക്കുമോ, അതോ ഇതുപോലുള്ള ഉപകഥകളിലൂടെയുള്ള ഒരു ലളിതമായ ബജറ്റായിരിക്കുമോ എന്നുള്ളത്
ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നത് അദ്ദേഹം ഇത്തരത്തിലുള്ള കഥകളിലൂടെ ആയിരിക്കും അദ്ദേഹം പുതിയ ബജറ്റ് ആളുകളിലേക്ക് കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക, സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചും പുതിയ പദ്ധതികളെക്കുറിച്ചുമൊക്കെ. അപ്പോൾ ഈ ബജറ്റ് പുറത്ത് വരുന്നതോടുകൂടി ഒന്ന് രണ്ട് കാര്യങ്ങൾ വ്യക്തമാവും. ഈ സർക്കാരിൻ്റെ വിവിധ മേഖലകളിലുള്ള സർക്കാരിൻ്റെ നയം എന്താണെന്നുള്ളത് പ്രഖ്യാപിക്കുന്ന ബജറ്റ് കൂടിയായിരിക്കും ഇത്. ഉദാഹരണത്തിന് വിദ്യാഭ്യാസം, ഉന്നത വിദ്യാഭ്യാസം, വ്യവസായം, ആരോഗ്യം തുടങ്ങിയുള്ള IT തുടങ്ങിയ എല്ലാ മേഖലകളിലും സർക്കാരിൻ്റെ നിലപാട് എന്തായിരിക്കും, അതിനെക്കുറിച്ചുള്ള ദിശാസൂചനയായിരിക്കും ഈ ബജറ്റ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞ ഈ ധവളപത്രം തയ്യാറാക്കിയ വിദഗ്ധ സമിതി ചില നിർദ്ദേശങ്ങൾ വെച്ചിരുന്നു. സ്ഥിരമായി നഷ്ടം വരുത്തുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടണം, അല്ലെങ്കിൽ അത് സ്വകാര്യവൽക്കരിക്കണം. അപ്പോൾ അതൊക്കെ വളരെ പ്രധാനപ്പെട്ട നയപരമായ തീരുമാനങ്ങളാണ്. അതുപോലെ തന്നെ ആ വിദഗ്ധ സമിതി ശുപാർശ ചെയ്ത മറ്റൊരു കാര്യമാണ് സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ പ്രായം ഉയർത്തണമെന്നുള്ളത്. പെൻഷൻ പ്രായം ഉയർത്തിയാൽ സർക്കാരിന് ഒരു വർഷം ഏകദേശം 6,000 കോടി രൂപ അധികം ലഭിക്കും. പക്ഷേ എനിക്ക് തോന്നുന്നില്ല PD സതീശൻ സർക്കാർ പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കുമെന്ന്. കാരണം പെൻഷൻ പ്രായം വർദ്ധിപ്പിച്ചാൽ അതുകൊണ്ടാണ് തങ്ങൾക്ക് ജോലി കിട്ടാത്തതെന്ന് യുവ തലമുറ അല്ലെങ്കിൽ യുവാക്കൾ ചിന്തിക്കും. അപ്പോൾ അതുണ്ടാക്കുന്ന പ്രത്യാഘാതം അതിഭീകരമായിരിക്കും എന്നുള്ളതുകൊണ്ട് ആ ഒരു നടപടിയിലേക്ക് സതീശൻ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. രണ്ടാമത്തേത്, സർക്കാർ ജീവനക്കാരുടെ ശമ്പള വർധന 10 വർഷത്തിലൊരിക്കലാക്കണം. ഇപ്പോൾ അത് 5 വർഷമാണ്. അങ്ങനെ 10 വർഷത്തിലൊരിക്കലാക്കുമ്പോഴും ഒരു 5 വർഷത്തിനുള്ളിൽ നല്ലൊരു തുകയുടെ ഒരു സേവിങ് ഉണ്ടാക്കാൻ കഴിയും. പക്ഷേ അതും എത്രമാത്രം സാധ്യമാവുമെന്ന് എനിക്കറിയില്ല. കാരണം ഈ UDF അവരുടെ പ്രകടന പത്രികയിൽ 5 വർഷം കൂടുമ്പോൾ ഈ ശമ്പള പരിഷ്കരണം നടത്തില്ല എന്നൊരു പ്രഖ്യാപനം നടത്തിയിട്ടില്ല. അപ്പോൾ അത്തരത്തിലുള്ള പരിമിതികളെല്ലാം നിലനിർത്തിക്കൊണ്ടാണ് ഈ പുതിയ ധനസ്രോതസ് കണ്ടെത്തേണ്ടത്. ഇപ്പോൾ കിഫ്ബിയുടെ ധന ആഗമ മാർഗങ്ങളായ 2 കാര്യങ്ങളുണ്ട്. ഒന്ന് പെട്രോൾ സെസ്, 2 മോട്ടോർ സെസ്. ഇത് രണ്ടും ആണ് അവർക്ക് ഒരു വർഷം വേണ്ട 16,000 കോടി രൂപയുടെ വരുമാനം ഉണ്ടാക്കിയിട്ട് ആ വരുമാനം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത് തിരിച്ചടവ് മാർഗമായിട്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കിഫ്ബി പല സ്ഥലത്തു നിന്നും ഈ വായ്പ എടുത്തത്. ഈ മസാല ബോണ്ടാകട്ടെ, കടപ്പത്രമാകട്ടെ, വായ്പയാകട്ടെ, എന്ത് തന്നെ ആയാലും അതിന് തിരിച്ചടവിനുള്ള ധനസ്രോതസ് എന്ന് പറയുന്നത് ഈ 2 ധനാഗമ മാർഗങ്ങളായിരുന്നു. ഇപ്പോൾ ഇത് രണ്ടും സംസ്ഥാനം തിരിച്ചെടുത്തിരിക്കുന്നു കിഫ്ബിയിൽ നിന്ന്. അത് സംസ്ഥാനത്തിൻ്റെ ബജറ്റിൻ്റെ ഭാഗമാക്കിയിരിക്കുന്നു. അതിനർത്ഥം കിഫ്ബിയുടെ നിലനിൽപ്പിന് ഇല്ലാതായി. വരുമാന സ്രോതസ് കാണിക്കാതെ കിഫ്ബിക്ക് കടമെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇനി കിഫ്ബിയുടെ ബാക്കി പത്രം എന്ന് പറയുന്നത് ഇതുവരെ എടുത്ത കടം മാത്രമാണ്. ആ കടം തിരിച്ചടയ്ക്കാനുള്ള ബാധ്യത സംസ്ഥാന സർക്കാരിനാണ്. അതുകൊണ്ട് കിഫ്ബി ഇനി ഒരു വെള്ളാനിയായിട്ട് അവിടെ നിൽക്കാനാണ് സാധ്യത. അതിനെ പരിമിതപ്പെടുത്തി ചുരുക്കി അതിൻ്റെ അംഗസംഖ്യ കുറച്ച് അതിനെ പേരിന് മാത്രം നിലനിർത്തിക്കൊണ്ടായിരിക്കും ഇനി മുന്നോട്ട് പോകുക. അതായത് കിഫ്ബി എന്ന ആ ഒരു സ്ഥാപനത്തിൻ്റെ ഇടപാടുകൾ നിൽക്കുമ്പോൾ ഒരു ഗുണമുണ്ട്, കിഫ്ബി വഴിയുള്ള ചെലവുകൾ ഇല്ലാതാവും. പക്ഷേ അത് ബാധിക്കുക വികസന പദ്ധതികളെ ബാധിക്കും. സംസ്ഥാനം ഏറ്റെടുത്ത കിഫ്ബിയുടെ പേരിൽ ഏറ്റെടുത്ത വികസന പദ്ധതികൾ പലതും തൽക്കാലം മുടങ്ങും. അത് നടപ്പാകണമെങ്കിൽ അധിക വരുമാന സ്രോതസ് കണ്ടെത്തിയേ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു ഞാണിന്മേൽ കളിയാണ് സതീശൻ ഈ ദിവസങ്ങൾ നടത്തേണ്ടത്. സതീശൻ തീർച്ചയായിട്ടും അദ്ദേഹം ഒരു സാമ്പത്തിക വിദഗ്ധൻ കൂടി ആയതുകൊണ്ട് അദ്ദേഹത്തിന് കൃത്യമായിട്ടൊരു ധാരണയുണ്ട്. അദ്ദേഹത്തിന് അതിന് ഉദ്യോഗസ്ഥന്മാരുടെ ഒന്നും വലിയ കണക്കുകൾ മാത്രമേ, ഡേറ്റ മാത്രമേ അദ്ദേഹത്തിന് ആവശ്യമുള്ളൂ. ദിശാബോധം അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ളതുകൊണ്ടും അദ്ദേഹം കടുത്ത നടപടികളിലേക്ക് നീങ്ങാൻ സാധ്യതയുള്ളതുകൊണ്ടും അദ്ദേഹം എടുക്കുന്ന ചില തീരുമാനങ്ങൾ എനിക്കൊന്ന് ദൂരവ്യാപകമായിട്ട് സംസ്ഥാനത്തിൻ്റെ വികസനത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക വളർച്ചയുടെയും സംസ്ഥാനത്തിൻ്റെ വിദ്യാഭ്യാസപരമായ, വ്യവസായപരമായ അല്ലെങ്കിൽ സാമൂഹ്യപരമായ കാര്യങ്ങളിലൊക്കെ ഉണ്ടാകുന്ന വലിയൊരു മാറ്റത്തിൻ്റെ ഒരു സൂചനയായിട്ട് ആയിരിക്കും ഈ 19-ാം തീയതിയിലെ ബജറ്റ് എന്നാണ് ഞാൻ കരുതുന്നത്.